നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണമെന്ന് പഠിപ്പിച്ച ഈശോയുടെ മാതൃകയനുസരിച്ച് സാധിക്കുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ആഗ്രഹവും സന്നദ്ധതയും നമുക്കുണ്ടായിരിക്കണമെന്നാണ് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. 2 കാര്യങ്ങൾ ഈശോ ഇവിടെ നമ്മോട് ആഹ്വാനം ചെയ്യുക. 1, ശുശ്രൂഷകനാവുക. 2, ചെറിയവനാവുക അല്ലെങ്കിൽ ദാസനാവുക. യേശു നൽകുന്ന അധികാരം ശുശ്രൂഷയുടെ അധികാരമാണ്, വിനയാന്വിതമായ സേവനമാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്കുപരി അപരനെ പരിഗണിക്കലാണ്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം ഇതിന് സാക്ഷ്യമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നു. ആർക്കും വേണ്ടാത്ത, ആരോരുമില്ലാത്ത അനേകരെ ഓടയിൽ നിന്നും ചെളിക്കുണ്ടിൽ നിന്നും ആശുപത്രി വരാന്തകളിൽ നിന്നും കണ്ടെടുത്ത് അമ്മ ശുശ്രൂഷിച്ചു. നാം ഇന്ന് ആരായിരുന്നാലും ആവശ്യത്തിലിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അരികിലേക്ക് കടന്നു ചെല്ലുവാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് തമ്പുരാൻ്റെ മുമ്പിൽ യാതൊരു അർത്ഥവുമില്ല, യാതൊരു വിലയുമില്ല. അതേ സഹോദരങ്ങളെ, ഈ നോമ്പുകാലം ഫലദായകമാക്കാം. ഞാൻ ആയിരിക്കുന്ന എൻ്റെ സമൂഹത്തിൽ, ഞാൻ ജീവിക്കുന്ന എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഇടവകയിൽ ആവശ്യത്തിലിരിക്കുന്ന സഹോദരങ്ങൾക്ക്, ആരോരുമില്ലാത്തവർക്ക് മതിവരുവോളം സ്നേഹം പകർന്ന് അവരുടെ കണ്ണുനീർ തുടച്ച് വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല വാക്കുകളാൽ അവരെ ആശ്വസിപ്പിച്ച് എളിയ ശുശ്രൂഷകൾ ചെയ്ത് ജീവിച്ച യേശുവിൻ്റെ മഹത്വം അനുകരിച്ചുകൊണ്ട് അവിടുത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.